ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങുമ്പോൾ ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ മിക്ക ആൾക്കാരും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് വളരെ റിസ്ക്കായ കാര്യമാണ്. ദിനം പ്രതി ഭക്ഷ്യ വിഷബാധ മൂലമുണ്ടാകുന്ന മരണ വാർത്തകളാണ് കേൾക്കുന്നത്. അതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തുനിന്നും ഭക്ഷണം വാങ്ങുമ്പോൾ നമ്മൾ സുരക്ഷിതമാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. നിങ്ങൾ പാഴ്സൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. 1. ഭക്ഷണം 1 മണിക്കൂറിലധികം കവറിൽ സൂക്ഷിച്ചു വെക്കരുത്. 2. അതാതു സമയത്തു കഴിക്കാൻ വേണ്ടത് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. 3. കുഴിമന്തി, അൽഫാം, ഷവർമ, ഷവായി എന്നിവയുടെ കൂടെ നൽകുന്ന തണുത്ത സാധനങ്ങൾ, അതായത് മയോണൈസ്, കെച്ചപ്പ്, ചട്നി മുതലായവ പാഴ്സൽ കിട്ടിയാലുടൻ ചൂടുള്ള ഭക്ഷണത്തിൽ നിന്ന് മാറ്റിവെക്കുക. 4. ഭക്ഷണം ഒന്നിൽ കൂടുതൽ തവണ ചൂടാക്കിയും തണുപ്പിച്ചും കഴിക്കുന്നത് ഒഴിവാക്കുക. 5. മയോണൈസ്, കെച്ചപ്പ് അഥവാ സോസ് എന്നിവ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. മയോണൈസ് പോലുള്ളവയിൽ പെട്ടെന്ന് അണുബാധ ഉണ്ടാകാൻ ഇട ഉള്ളതിനാൽ വാങ്ങി 1 മണിക്കൂറിനകം ഉപയോഗിക്കണം. 6. തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. 7. ഭക്ഷണത്തിന് രുചി, മണം, നിറം എന്നിവയിൽ വ്യത്യാസം അനുഭവപ്പെട്ടാലോ പഴകിയതാണെന്ന് തോന്നിയാലോ ഒരു കാരണവശാലും കഴിക്കരുത്. ഇനി ഹോട്ടൽ ഉടമകൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. 1. പാഴ്സൽ പാക്കറ്റിൽ ഭക്ഷണം പാകം ചെയ്ത രീതി, സമയം, യൂസ് ബൈ ടൈം എന്നിവ രേഖപ്പെടുത്തണം. 2. ഭക്ഷണം ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളിൽ മാത്രം നൽകുക. 3. ഭക്ഷണം തയ്യാറാക്കുന്നതിന് എടുക്കുന്ന അതേ സൂക്ഷ്മത വിളമ്പുന്നതിലും കാണിക്കുക. 4. ജീവനക്കാർ ഗ്ലൗസും മാസ്കും ഹെഡ് ക്യാപ്പും ധരിക്കുക. 5. വിളമ്പുന്ന ഭക്ഷണത്തിൽ സ്പർശിക്കാൻ പാടില്ല. 6. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുൻപും ശേഷവും മാത്രം അടുക്കള വൃത്തിയാക്കുക. 7. പാകം ചെയ്യുന്നതിനിടയ്ക്ക് വൃത്തിയാക്കരുത്. 8. ആരോഗ്യ പ്രശ്നമുള്ളവർ അടുക്കളയിൽ പ്രവേശിക്കരുത്. 9. പാചകത്തിന് ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. 10. വെള്ളം 6 മാസത്തിലൊരിക്കൽ അംഗീകൃത സ്ഥാപനത്തിലെത്തിച്ച് പരിശോധന നടത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുന്നതും പുറത്തുനിന്ന് ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കിയ ആഹാരങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ഇതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.